ഇന്നലെ ഹൈദരാബാദിൽ അന്തരിച്ച നടി കൽപ്പനയുടെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പുതിയകാവിലെ പൊതുശ്മശാനത്തിൽ നടന്നു. വിവരങ്ങളുമായി സമീർ ചേരുകയാണ്. സമീർ, കലാലോകം കണ്ണീരിൽ കുതിർന്ന വിട നൽകിയിരിക്കുകയാണ് കൽപ്പനയ്ക്ക്. മറ്റു വിവരങ്ങൾ കൂടി. കേരളത്തിന്റെ ഊഷ്മളമായിട്ടുള്ള ഒരു യാത്രയപ്പ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒഴുക്ക്, ജനങ്ങളുടെ അങ്ങേയറ്റം സ്നേഹിതരായിട്ടുള്ള ജനങ്ങളുടെ വലിയ രീതിയിലുള്ള ഒഴുക്ക് തന്നെയായിരുന്നു 1:30 മുതൽ തന്നെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരുന്നത്. ആദ്യം തൃപ്പൂണിത്തുറ ലായം കൂത്തമ്പലം ഹാളിലേക്ക് വലിയ രീതിയിലുള്ള ഒഴുക്കായിരുന്നു. 1:45 അവിടെ നിന്നും 3:15 വരെ നീണ്ടുനിന്ന അവരുടെ പൊതുദർശനം. അതിനുശേഷം അവരുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴും വലിയ രീതിയിലുള്ള ചലച്ചിത്ര മേഖലയിലെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രമുഖരുടെയും സംസ്കാര നായകരുടെയൊക്കെ വലിയ രീതിയിലുള്ള ഒഴുക്ക് തന്നെയായിരുന്നു. അതോടൊപ്പം മലയാളികൾ അങ്ങേയറ്റം നെഞ്ചേറ്റിയ കൽപ്പന എന്ന ആ വലിയ നടിക്ക് യാത്രയാക്കുന്നതിന്, അന്തിമ യാത്ര നൽകുന്നതിന് വേണ്ടി, അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് നാനാതുറയിൽപ്പെട്ട നിരവധി പേരാണ് എത്തിക്കൊണ്ടിരുന്നത്. വലിയ രീതിയിലുള്ള ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസിന് പലതവണ പാടുപെടേണ്ടി വന്ന ഒരു വിശേഷവും ഉണ്ടായി. അതിനുശേഷമാണ് അഞ്ചരയോടുകൂടി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ഈ ഒരു ശ്മശാനത്തിലേക്ക് കൊണ്ടുവരികയും പുതിയകാവ് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ അവരുടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയിട്ടുള്ള മന്ത്രിമാരുടെയും അതോടൊപ്പം തന്നെ ചലച്ചിത്ര മേഖലയിലെ നിരവധി പേരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു. അതിനുശേഷമാണ് അഞ്ചരയോടുകൂടെ തന്നെ ഈ മത ആചാരപ്രകാരമുള്ള ചടങ്ങുകളും അതിനുശേഷം ഈ സംസ്കാരവും നടന്നത്. ഇപ്പോഴും വലിയ രീതിയിൽ അവരുടെ വീട്ടിലേക്ക് ഇപ്പോഴും വലിയ രീതിയിൽ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉള്ളത്. അവരുടെ മകൾ ശ്രീമയി, അതോടൊപ്പം തന്നെ മറ്റ് അവരുടെ കുടുംബാംഗങ്ങളും മറ്റ് നിരവധി പേരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഈ കർമ്മം. അവരുടെ സഹോദരിയായിട്ടുള്ള കലാരഞ്ജിയുടെ മകൻ പ്രിൻസാണ് ചിലക്ക് തീ കൊളുത്തിയത്. ഇത്തരത്തിലുള്ള മതാചാര ചടങ്ങുകളോട് തന്നെ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടും കൂടെ 5:30 തന്നെ സംസ്കാര ചടങ്ങുകൾ നടന്നു. മലയാളികൾ അങ്ങേയറ്റം നെഞ്ചേറ്റിയ ഒരു കലാപ്രതിഭയുടെ വിയോഗം, അതിനെ ഏറ്റവും ഒരു മാന്യതയുടെയും അതോടൊപ്പം തന്നെ ഏറ്റവും സ്നേഹത്തോടും കൂടിയുള്ള മത്സരത്തോടു കൂടിയുള്ള ഒരു യാത്രയായിട്ട് തന്നെയായിരുന്നു നടന്നത്. അഞ്ജു, കൽപ്പനയ്ക്ക് കലാലോകം കണ്ണീരിൽ കുതിർന്ന വിട നൽകിയിരിക്കുകയാണ്. കൽപ്പന അനശ്വരമാക്കിയ കഥാപാത്രങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇനിയും കൽപ്പന ജീവിക്കും. മറ്റു വാർത്തയിലേക്ക്. സോളാർ കമ്മീഷനെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു. സരിതയുമായുള്ള ദില്ലി കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് തെറ്റിദ്ധരിപ്പിക്കൽ നടന്നത്. അവകാശ ലംഘന നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന തെറ്റായ മൊഴിയാണ് മുഖ്യമന്ത്രി നൽകിയത്. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുകയാണ്. ജിതിൻ, ആദ്യം നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു, പിന്നീട് സോളാർ കമ്മീഷനെയും. സോളാർ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് വരുത്തി തീർക്കാൻ മനഃപൂർവ്വമായ ഒരു ഇടപെടൽ അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും മഞ്ജു, എല്ലാ തരത്തിലും സോളാർ കമ്മീഷനെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സോളാർ കമ്മീഷന്റെ വിസ്താരത്തിനിടെ മുഖ്യമന്ത്രി നൽകിയത്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ അഭിഭാഷകന്റെ ചോദ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി തെറ്റായ വിവരം കമ്മീഷന് മുന്നിൽ ധരിപ്പിച്ചത്. അതായത് അന്ന് ഡൽഹി വിജ്ഞാൻ ഭവനിൽ വെച്ച് ഡിസംബർ 27-ന് സരിതയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ മാത്യു ടി തോമസ് MLA അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയപ്പോൾ അതിന് മറുപടിയായാണ് മുഖ്യമന്ത്രി അന്ന് നിയമസഭയിൽ തെറ്റായ വിവരം നൽകിയിരുന്നത്. ഡിസംബർ 27-ന് താൻ ഡൽഹിയിലെ ഉണ്ടായിരുന്നില്ല, ഡിസംബർ 29-നായിരുന്നു ദേശീയ വികസന സമിതി യോഗം എന്നാണ് അന്ന് നിയമസഭയെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. എന്നാൽ നിയമസഭയിൽ ദേശീയ വികസന സമിതി യോഗം 27-ന് തന്നെയായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം അന്ന് തന്നെ വി ശിവൻകുട്ടി MLA നിയമസഭയിൽ അദ്ദേഹത്തിനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ചാണ് ഇന്നലെ സോളാർ കമ്മീഷന് മുന്നിൽ അഭിഭാഷകൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. അന്ന് താങ്കൾക്കെതിരെ ഇക്കാര്യത്തിൽ അവകാശ ലംഘനത്തിന് ആരെങ്കിലും നോട്ടീസ് നൽകിയിരുന്നു എന്നായിരുന്നു അഭിഭാഷകന്റെ ചോദ്യം. ഇതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇല്ല എന്നായിരുന്നു. എന്നാൽ വി ശിവൻകുട്ടി MLA അന്ന് അവകാശ ലംഘന നോട്ടീസ് നൽകിയ വിവരം മറച്ചുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മറുപടി മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അന്ന് ഇക്കാര്യത്തിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെങ്കിൽ സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം സോളാർ കമ്മീഷനെയും ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഇത് ബോധപൂർവമാണോ എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ ഉയരുന്നതും. എന്തായാലും സോളാർ കമ്മീഷനെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നലെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി നൽകിയത്. അഞ്ജു, പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. അരീക്കോട്ടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം ജാഥ പര്യടനം തുടരുകയാണ്. സാലി മുഹമ്മദ് ഉണ്ട് വിവരങ്ങളുമായി. സാലി, ഇപ്പോൾ ജാഥ എവിടെ എത്തിയിരിക്കുന്നു? ഇനി എവിടെയെല്ലാമാണ് സ്വീകരണമുള്ളത്? അഞ്ജു, മലപ്പുറം ജില്ലയിലെ പര്യടനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് പറയാം. രാവിലെ അരീക്കോടും തുടർന്ന് നിലമ്പൂരും അല്പം മുമ്പ് വണ്ടൂരും സ്വീകരണ പരിപാടികൾ പൂർത്തിയായി. അല്പസമയത്തിനകം തന്നെ ജാഥ
പെരിന്തൽമണ്ണ നഗരത്തിലേക്ക് എത്തിച്ചേരും. വണ്ടൂരിൽ നിന്നും ജാഥാനായകൻ പിണറായി വിജയൻ ഇത് പെരിന്തൽമണ്ണയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. പെരിന്തൽമണ്ണയിൽ അല്പസമയത്തിനകം സ്വീകരണ പരിപാടികൾ ആരംഭിക്കും. ഇന്ന് രാവിലെ ഏറനാടിന്റെ ഹൃദയഭൂമിയായ അരീക്കോട് നിന്നാണ് പര്യടനം ആരംഭിച്ചത്. ജാഥ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ പ്രദേശം ജനനിബിഡമായിരുന്നു എന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ പങ്കാളിത്തമാണ്. ഒപ്പം തന്നെ അരീക്കോട് കവലയിൽ പിണറായിയെ കാത്ത് ആയിരക്കണക്കിന് യുവാക്കൾ ചെമ്പതാകകളും ഉയർത്തുപാറി കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഏതായാലും വലിയ ആവേശത്തിലാണ് മലപ്പുറം എന്ന് പറയാം. മുൻകാലങ്ങളിൽ ഒന്നും കാണാത്തത്ര ജനക്കൂട്ടം CPIMന്റെ പരിപാടികളിൽ മലപ്പുറം ജില്ലയിൽ ഇത്തവണ കണ്ടു എന്നാണ് പ്രദേശവാസികളും പ്രാദേശിക മാധ്യമ പ്രവർത്തകരും പോലും പറയുന്നത്. അതായത് CPIMന്റെ പരിപാടികളിൽ എത്താതിരുന്ന ഒരു പ്രത്യേക ജനവിഭാഗം പതിവിൽ നിന്നും ഭിന്നമായി ഈ പരിപാടികളിൽ പിണറായി വിജയനെ കാണാനും സ്വീകരണം നൽകാനും പ്രസംഗം കേൾക്കാനുമായി എത്തുന്നു. അതിലേറെയും സ്ത്രീകളും യുവാക്കളുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാകുമ്പോൾ നമുക്ക് എടുത്തു പറയാവുന്ന കാര്യം അത് വള്ളുവനാടൻ മേഖലയിലാണെങ്കിലും ഏറനാടൻ മേഖലയിലാണെങ്കിലും സമാനമായി തന്നെ ജനപിന്തുണ ഈ നവകേരള മാർച്ച് ഏറ്റെടുത്തിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ മലപ്പുറം ഒരു ചരിത്രം എഴുതുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്രമേൽ ജനക്കൂട്ടമാണ് ഒരു സ്വീകരണ കേന്ദ്രത്തിലും എത്തിച്ചേർന്നത്. അല്പസമയത്തിനകം ജാഥ പെരിന്തൽമണ്ണയിലെത്തും. പെരിന്തൽമണ്ണയിലെ സ്വീകരണം പൂർത്തിയാവുന്നതോടുകൂടി മലപ്പുറം ജില്ല പിന്നിടുകയാണ്. നാളെ രാവിലെ പെരിന്തൽമണ്ണയിൽ നിന്നും പാലക്കാട് ജില്ലയിലേക്ക് മാർച്ച് യാത്രയാകും. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് പര്യടനം പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം പെരിന്തൽമണ്ണയിൽ ജാഥ എത്തിച്ചേരും. ഇന്ന് മലപ്പുറത്തെ പര്യടനം പൂർത്തിയാക്കി പാലക്കാട് ജില്ലയിലേക്ക് എത്തുകയാണ്. വിവരങ്ങളാണ് സാലിം മുഹമ്മദ് നൽകിയത്. രാജിവെച്ച 2 മന്ത്രിമാർക്ക് 2 നീതിയെന്ന് പിണറായി വിജയൻ. KM മാണിയുടെ രാജിക്കത്ത് അന്ന് തന്നെ ഗവർണർക്ക് കൈമാറിയ മുഖ്യമന്ത്രി ബാബുവിന്റെ രാജിക്കത്ത് പോക്കറ്റിലിട്ട് നടക്കുകയാണ്. മുഖ്യമന്ത്രി നിയമവ്യവസ്ഥയെ അപഹാസ്യമാക്കുകയാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്താണ് ഉമ്മൻചാണ്ടിക്ക് എപ്പോഴും 2 താപ്പ് വരുന്നത്? KM മാണി ഉമ്മൻചാണ്ടിയുടെ ഖജനാവ് സൂക്ഷിപ്പുകാരൻ. അദ്ദേഹത്തിനെതിരെ വന്നപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ, ബാബുവിനെതിരെ വന്നപ്പോൾ അത്തരമൊരു പരിശോധനയില്ല. കോടതി ഇടപെടൽ വന്നു, മാണി രാജിവെക്കേണ്ടി വന്നു. രാജി മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടേണ്ട താമസം ഉടനെ ഗവർണറുടെ കയ്യിലേക്ക് എത്തിച്ചു. കോടതി ഇടപെട്ടു, ബാബുവിന് രാജിവെക്കേണ്ടി വന്നു. രാജിക്കത്ത് പോക്കറ്റിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി നടക്കുകയാണ്. ഇതേവരെ ഗവർണർക്ക് കൊടുക്കുന്നില്ല. ഫുട്ബോൾ താരങ്ങളും കായികരംഗത്തെ പ്രമുഖരും മലപ്പുറത്തെത്തിയ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന ആസിഫ് സഹീർ, ഇന്ത്യൻ വോളിബോൾ താരം വിപിൻ M ജോർജ് എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മലപ്പുറത്തിന്റെ കായിക താരത്തിന് ആവേശമായ ഫുട്ബോൾ തന്നെയായിരുന്നു ചർച്ചയിലെ സജീവ വിഷയം. മഞ്ചേരി, കോട്ടപ്പടി സ്റ്റേഡിയങ്ങളിൽ ഫ്ലഡ് ലൈറ്റ് സ്ഥാപിക്കാത്തതിലുള്ള നിരാശ താരങ്ങളും പരിശീലകരും എടുത്തു പറഞ്ഞു. സംസ്ഥാനത്തെ സ്പോർട്സ് കൗൺസിൽ സംവിധാനം ഉദ്യോഗസ്ഥരെ നിറച്ച് ജനാധിപത്യമില്ലാതാക്കിയ കാര്യം അസോസിയേഷൻ ഭാരവാഹികൾ ഉന്നയിച്ചു. കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണമെന്നും സമ്മാനത്തുക വർദ്ധിപ്പിക്കണമെന്നുമായിരുന്നു സാഫ് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ കുമാരി പ്രജിതയുടെ നിർദ്ദേശം. കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന ആസിഫ് സഹീർ, സന്തോഷ് ട്രോഫി താരം OK ജാവേദ്, ഇന്ത്യൻ വോളിബോൾ സീനിയർ ടീം അംഗം വിപിൻ M ജോർജ്, വനിതാ ഫുട്ബോൾ താരം കുമാരി സിത്താര ഹരികുമാർ എന്നിവരും പിണറായിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരുന്നു. ആസിഫ് സഹീർ: ഇത് വളരെ നല്ലൊരു സാറ്റിസ്ഫൈഡോട് കൂടിയുള്ളൊരു മീറ്റിംഗായി വളരെ സന്തോഷം തോന്നുന്നൊരു നിമിഷം തന്നെയാണ് ഒരു ഫുട്ബോളറായി നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം സൗകര്യങ്ങളാണ്, അടിസ്ഥാന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അത് നേരിട്ട് തന്നെ വേണം. ഒരു മീഡിയേറ്ററോ അല്ലെങ്കിൽ വേറെ ആരും വന്നിട്ട് കാര്യമില്ല. അവരായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ വികാരങ്ങൾ മനസ്സിലാവും. ഫുട്ബോൾ പരിശീലകർ, കായിക അധ്യാപകർ എന്നിവരും മലപ്പുറത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഫുട്ബോളിൽ മലപ്പുറത്തെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ കൂട്ടായ പരിശ്രമം ഉണ്ടാവണമെന്നായിരുന്നു പിണറായിയുടെ മറുപടി. കായിക മേഖലയ്ക്ക് LDF എക്കാലവും പ്രാധാന്യം കൊടുക്കാറുണ്ടെന്നും തുടർന്നും അതുണ്ടാവുമെന്നും പിണറായി കൂടിക്കാഴ്ചയ്ക്കെത്തിയവർക്ക് ഉറപ്പു നൽകി. ക്യാമറാമാൻ ഇക്ബാൽ വട്ടക്കുളത്തിനൊപ്പം AK ലതീഷ്. രോഹിത് വെമുല പട്ടികജാതി വിഭാഗമായ മാല സമുദായ അംഗമെന്ന് തെളിയിക്കുന്ന രേഖ പീപ്പിൾ TV പുറത്തുവിട്ടു.
2015 ജൂൺ 16 ഗുണ്ടൂർ തഹസിൽദാർ നൽകിയ രേഖയാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ഇതോടെ രോഹിത് ദളിതനല്ലെന്ന റിപ്പോർട്ട് നൽകി കേന്ദ്രമന്ത്രിമാരെയും VC-യെയും രക്ഷിക്കാൻ ശ്രമിച്ച പോലീസ് നീക്കമാണ് പുറത്താവുന്നത്. രോഹിത് വെമുലയ്ക്ക് കഴിഞ്ഞ ജൂൺ 16 ഗുണ്ടൂർ തഹസീൽദാർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റാണ് ഇത്. രോഹിത് മാലാ സമുദായക്കാരനാണെന്നും ആ സമുദായം പട്ടികജാതിയിൽ പെടുന്നതാണെന്നും ഈ രേഖ വ്യക്തമാക്കുന്നു. രോഹിത് മറ്റു പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട വധേര ജാതിക്കാരനാണെന്ന് ഗുണ്ടൂർ പോലീസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ രേഖ പുറത്തുവിടുന്നത്. രോഹിത് പട്ടിക വിഭാഗക്കാരനാണെങ്കിൽ രോഹിതിന്റെ മരണം മുൻനിർത്തി ഗച്ചിബൗലി പോലീസ് എടുത്ത കേസിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, കേന്ദ്രമന്ത്രി ബന്ദാരു ദത്താത്രേയ, വൈസ് ചാൻസലർ അപ്പാറാബു എന്നിവരെ കയ്യോടെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതൊഴിവാക്കാനാണ് രോഹിതിന്റെ സ്വദേശമായ ഗുണ്ടൂരിലെ പോലീസ് വിവാദ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. രോഹിതിന് നീതി തേടി ഒരാഴ്ചയായി ക്യാമ്പസ് ബന്ദ് നടത്തുന്ന ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പോലീസ് നടപടിയെ പുച്ഛിച്ചു തള്ളുകയാണ്. രോഹിതിന്റെ ആത്മഹത്യ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന രോഹിതിന്റെ സഹപാഠികളുടെ നിലപാട് പൂർണ്ണമായി ശരിവെക്കുന്നതാണ് ഗുണ്ടൂർ പോലീസിന്റെ ക്രൂരമായ ദലിത് വിരുദ്ധ റിപ്പോർട്ട്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് NP ചന്ദ്രശേഖരൻ. റിപ്പബ്ലിക് ദിന സംസ്ഥാനത്തും വിപുലമായാണ് ആഘോഷിച്ചത്. തിരുവനന്തപുരത്ത് ഗവർണർ ജസ്റ്റിസ് P. സദാശിവം ദേശീയ പതാക ഉയർത്തി. തീവ്രവാദത്തിനെതിരെ സംസ്ഥാനം അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. സംസ്ഥാന നിയമസഭയുടെ പ്രവർത്തനം കൂടുതൽ അർത്ഥവത്താക്കണമെന്ന് പറഞ്ഞ ഗവർണർ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു. ദേശീയ സ്കൂൾ കായികമേളയ്ക്കായി കോഴിക്കോട് ഒരുങ്ങി. 19ാം തവണയും തുടർച്ചയായി കിരീടമുയർത്താനാകാൻ എന്നുള്ള തീവ്ര ശ്രമത്തിലാണ് കേരള ടീം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ ബുധനാഴ്ചയോടെ കോഴിക്കോട്ടെത്തും. ദേശീയ സ്കൂൾ കായികമേളയെ വരവേൽക്കാൻ ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയം തയ്യാറെടുത്തു കഴിഞ്ഞു. ഒപ്പം സ്വന്തം മണ്ണിൽ കരുത്തറിയിക്കാൻ കേരളത്തിന്റെ താരങ്ങളും. സ്കൂൾ കായികമേളയിൽ തുടർച്ചയായ 18 വർഷം കിരീടമുയർത്തിയ റെക്കോർഡുമായാണ് കേരളം സ്വന്തം മണ്ണിൽ പോരാട്ടത്തിനിറങ്ങുന്നത്. ഇത്തവണ അങ്കത്തട്ടിൽ കിരീടമുയർത്താൻ 106 ടീമിനെയാണ് അണിനിരത്തുക. ഇതിൽ പകുതിയിലേറെ പേർ കോഴിക്കോട്ടെ പരിശീലന ക്യാമ്പിലെത്തിക്കഴിഞ്ഞു. ട്രാക്കിലും ഫീൽഡിലും കേരളം ഒരുപോലെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ദീർഘദൂര മധ്യദൂര സ്പ്രിന്റ് ഇനങ്ങളിലും ജമ്പ് ഇനങ്ങളിലും കൂടുതൽ സ്വർണം കൊയ്തെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ താരങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് കോതമംഗലം മാർബേസിൽ സ്കൂളിലെ കായികാധ്യാപിക ഷിബി മാത്യു പറഞ്ഞു. ഈ ഗ്രൗണ്ട് കുട്ടികൾക്ക് പരിചയമായ ഗ്രൗണ്ട്, നല്ല റിസൾട്ട്, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഗ്രൗണ്ടാണിത്. അപ്പോൾ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട് കുട്ടികൾക്ക്. അവരുടെ ഇപ്പോഴത്തെ റിസൾട്ട് ഇനിയും മാറ്റാൻ പറ്റും, പെർഫോമൻസ് ലെവൽ കൂട്ടാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ കുട്ടികൾക്കുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല റിസൾട്ട്. സ്കൂൾ കായികമേളയുടെ ചരിത്രത്തിൽ കേരളം ഏറ്റവും കൂടുതൽ സ്വർണം നേടിയത് 2009 കൊച്ചിയിൽ നടന്ന മീറ്റിലാണ്. സബ് ജൂനിയർ വിഭാഗത്തിൽ ഹരിയാനയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന് കനത്ത വെല്ലുവിളി നേരിടേണ്ടി വരും. മെഡിക്കൽ കോളേജിലെ ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയമെന്ന് താരങ്ങളും പരിശീലകരും വിലയിരുത്തിയ സ്റ്റേഡിയത്തിൽ കൂടുതൽ മീറ്റർ റെക്കോർഡുകൾ പിറക്കുമെന്നാണ് കരുതുന്നത്. കൂടുതൽ കാണികൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ സ്റ്റേഡിയത്തിൽ താൽക്കാലിക ഗാലറികൾ ഒരുക്കുന്നുണ്ട്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.